ഇതെല്ലാം സംഘടനാ തലത്തിലല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. സംഘടനകൾ തമ്മിലുള്ള വിഷയമല്ലല്ലോ ഇത്. രണ്ട് ബാച്ചിലുള്ള കുട്ടികളെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രണ്ട് സംഘടനകൾ തമ്മിലുള്ള സംഘട്ടനത്തിലൂടെ ഉണ്ടായ ഒരു സംഭവമല്ല ഇത്. ക്യാമ്പസുകളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് പുറം ലോകം അറിയുമ്പോൾ അതിന് കർശനമായ നടപടി സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണ് ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇതിനോടൊന്നും ഒരു തരത്തിലുമുള്ള അനുകൂല നിലപാട് ഒരു തലത്തിലും കിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. മാതാപിതാക്കളുടെ പരാതികൾ ഞാൻ ഉൾപ്പെടെ നേരത്തെ കേട്ടതുകൊണ്ടാണല്ലോ ഗൗരവമായി കർശനമായ നിലപാടിലേക്ക് ഞങ്ങളെല്ലാം പോയത്. അവർക്കുള്ള സംശയത്തിൽ നിന്നാണല്ലോ ഈ വിഷയങ്ങളുടെ അന്വേഷണം ആ ദിശയിലേക്ക് പോകാൻ തയ്യാറായത്. അത് വീട്ടുകാർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള സഹായം നൽകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങളാരും. അത് വ്യക്തികൾ ഏത് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ തന്നെയും ഈ സംഭവത്തെയാണ് ഞങ്ങൾ ഗൗരവമായി കാണുന്നത്. ആ സംഭവം ഗൗരവമായി കണ്ടുകൊണ്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിയമസഹായം പൂർണ്ണമായിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റും. സർക്കാരിന് നീതി കിട്ടുമെന്ന് അവർ നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബമായതുകൊണ്ട് കൂടുതൽ വിശ്വസിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനോടൊന്നും യാതൊരു തരത്തിലുമുള്ള പക്ഷപാതം സ്വീകരിക്കുന്നവരല്ല ഞങ്ങളെന്ന് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോഴും രക്ഷകർത്താക്കൾ സംസാരിച്ചപ്പോൾ അതിലൊന്നും അവർക്ക് യാതൊരു തരത്തിൽ സംശയത്തിൻ്റെയും വിഷയമില്ല. ഇത് തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ അഭ്യർത്ഥന. ഇപ്പോഴും ആ അഭ്യർത്ഥന അവർ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അത് ഗൗരവമായി ഗവൺമെന്റ് കാണുന്നു എന്നതാണ് കഴിഞ്ഞ സമീപ ദിവസങ്ങളിലെ സംഭവങ്ങൾ വെളിവാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്താണോ ഗവൺമെന്റ് നിഷ്പക്ഷമായിട്ട് തന്നെയാണ് അത്തരം വിഷയങ്ങൾ സമീപിക്കുന്നത്, അല്ലാതെ പക്ഷം ചേർന്നുകൊണ്ടല്ല. അത് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും കോളേജ് അധികൃതരുടെ കാര്യത്തിലാണെങ്കിലും പുറത്തുള്ള ആളുകൾ ഇതിനകത്ത് പങ്കുണ്ടെങ്കിലും അതെല്ലാം നിഷ്പക്ഷമായി അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. മുഖം നോക്കാതെയുള്ള നടപടി തന്നെ ആയിരിക്കും. അതിലൊന്നും യാതൊരു സംശയവും ആർക്കും വേണ്ട. ഇത് രാഷ്ട്രീയ വിഷയങ്ങളല്ല. ഇത് ഒരു ക്യാമ്പസിനകത്തുണ്ടായ സംഭവങ്ങളെ ആ ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട്.